വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുഞ്ഞു പട്ടുപാവാടയും ബ്ലൗസുമാണ്. അപ്പോൾ അതിന് പട്ടുപാവാടയ്ക്കുള്ള തുണിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള തുണി മുറിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളെ ആവശ്യത്തിനുള്ള ഞൂറ് വിട്ടെടുക്കണം. കുട്ടിക്ക് എത്ര വണ്ണമെന്ന് വെച്ചാൽ അത്രയും വണ്ണത്തിനുള്ള. ഇപ്പോൾ അലാസ്റ്റിക് ഇടുവാണെങ്കിൽ നമ്മൾ വണ്ണത്തിനേക്കാളും 5 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ 20 ഇഞ്ചാണെങ്കിൽ നമ്മൾ 25 ഇഞ്ച് എടുക്കണം. എന്നല്ലേ അലാസ്റ്റിക് വലിഞ്ഞ് ലൂസ് കിട്ടത്തുള്ളേ. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ആദ്യം തന്നെ 100 വിടണം. ആവശ്യത്തിന് വേണ്ട 25 ഇഞ്ച് 100 വിട്ടതിന് ശേഷം ബാക്കി ഒരുപാട് തുണി തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ 100 വിട്ടതിന് ശേഷം ബാക്കി തുണി മുറിച്ച് കളയാവുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് തുണി തന്നിട്ടുണ്ട്. അപ്പം 100 വിട്ടെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിച്ച് കളയാം. അപ്പം നമ്മൾ ആദ്യം തൊട്ട് നമ്മുടെ ഇടത് വശത്തൂടെ അല്ലേ നമ്മൾ 100 വിട്ടു, ഇടത് കൈയുടെ അവിടെ ഇങ്ങനല്ലേ, ഇങ്ങനെ 100 വിട്ട് പോവുകയാണ്. ഇങ്ങനെ 100 വിട്ട് പോയി 25 ഇഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് 100 വിട്ടുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഇതിന് 100 വിടുവാണ്. ആവശ്യത്തിനുള്ള വണ്ണം എടുത്തതിന് ശേഷം 100 വിട്ടെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിച്ച് കളയാം. കാരണം ഒത്തിരി തുണി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് തുണിയുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് 100 വിട്ടതിന് ശേഷം എടുത്ത് കളയാം. 20 ഇഞ്ച് ഇറക്കവും 25 ഇഞ്ച് വണ്ണവും കൊടുക്കും. കാരണം 25 ഇഞ്ച് വണ്ണം വേണ്ട, 20 ഇഞ്ച് വണ്ണം മതി 2.5 വയസ്സുള്ള കുഞ്ഞിന്. അപ്പം ഇച്ചിരി ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അലാസ്റ്റിക് ഇടാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പം നമ്മൾ ഇതിന് 100 വിട്ടെടുത്ത് ഇനി നമുക്കിവിടെ പടി പിടിപ്പിക്കാം. 2 ഇഞ്ച് വീതിയിൽ പടി പിടിപ്പിക്കാം. 4 ഇഞ്ച് എടുക്കണം, 4.5 ഇഞ്ച് എടുക്കണം. തയ്യലൂടെ കുട്ടി 4.5 എടുക്കണം. ഒരു സൈഡിൽ 2 ഇഞ്ച് വരണം, പിന്നെ അകത്തെ സൈഡിലും 2 ഇഞ്ച് വരണം. മടക്കി വരുമ്പോൾ 2 ഇഞ്ച് ആയിരിക്കണം. അങ്ങനെ നമുക്ക് ആ പടി പിടിപ്പിക്കാം. പടി പിടിപ്പിച്ച് എലാസ്റ്റിക്കും പിടിപ്പിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേണ് നമ്മുടെ പാവാട റെഡിയായി. ഇനി നമുക്കിതിന് ചേരുന്ന ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ട് വരാം. അത് കട്ട് ചെയ്യാനായിട്ട് ഏറെ തുണി ഇവിടെ കിടപ്പുണ്ട്. വേണ്ട, കിടപ്പുണ്ട്. അതിൻ്റെ ലൈനിങ്ങും തന്നിട്ടുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പം നമ്മൾ ഈ പാവാട തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് തയ്ച്ച് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാവേ. ഈ പാവാട തേണ്ട നിറയെ 100 വിട്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2.5 വയസ്സുള്ള കുഞ്ഞിനാണ്. പിന്നെ ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന അലാസ്റ്റിക് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ബ്ലൗസിന് തുണിയുടെ കൂടെ ലൈനിങ് കൂടെ ഇട്ട് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ അളവ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 20 ഇഞ്ച് വണ്ണമാണ്. ഞാൻ 6 ഇഞ്ച് കൂടെ 8 ഇഞ്ച് കൂടെ ലൂസ് ഇട്ടിട്ടുണ്ട്. 20 8 28. 28ന്റെ 4 ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. 7 ഇഞ്ച്. പിന്നെ ഞാൻ ഇറക്കം എടുത്തിരിക്കുന്നത് മുകളിലത്തെ തയ്യലും താഴത്തെ പടിയും എല്ലാം കൂടെ കൂട്ടി ഞാൻ 15 ഇഞ്ച് എടുത്തു. 15 എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുത്തകലം എടുക്കാൻ പോകുന്നത് 1.5 ഇഞ്ചാണ്. കൊച്ചു കുഞ്ഞാണ്. 1.5ക്കും 2നും ഇടയ്ക്കായിട്ട് 1.25 എടുത്തിട്ടുണ്ട്. പുറയിലത്തെ ഇറക്കം എടുത്തിരിക്കുന്നത് ഞാൻ 3 ഇഞ്ചാണ്. പുറയിലത്തെ കഴുത്തിന്റെ ഇറക്കം. മുന്നിലത്തെ കഴുത്തിന്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് ഞാൻ റൗണ്ട് വരച്ചു. റൗണ്ടല്ല, അത് ഞാനൊരു ഡയമണ്ട് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് കഴുത്താണ്, ഇത് ബാക്ക് കഴുത്ത്. ഇനി ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്ന 2.5 ഇഞ്ചാണ്. കൈക്കുഴി ഞാൻ എടുക്കുന്നത് 4 ഇഞ്ച്. അതും നല്ലതുപോലെ വളച്ച് വരച്ചെടുത്തു. ഇനി ഞാൻ ഇട ഒതുക്കിയിരിക്കുന്നത് 10 ഇഞ്ച് താഴ്ചയുടെ നമ്മൾ ഇവിടെ എത്ര എടുത്തു അതിനേക്കാൾ 1 ഇഞ്ചാണ് ഇവിടെ കുറച്ചെടുക്കണേ. ഇവിടെ ഇപ്പം 7 എടുത്തെങ്കിൽ ഇവിടെ 6 എടുക്കാവുള്ളേ. 1 ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട്. അതങ്ങനെ നേരെ താഴോട്ട് അങ്ങനെ കുറച്ച് പോലെ. താഴെ ഈ സൈഡിൽ ഒരു ഓപ്പൺ ഇടുവേ, സൈഡില്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഏത് ചെറിയ കഴുത്ത് ഏതാണോ അതാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത്. പുറം കഴുത്തായിരുന്നു ചെറുത്. ഞാനത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഞാൻ കൈക്കുഴി വെട്ടുവാണ്. ഇനി സൈഡ്
സൈഡിൽ ഈ മൂല വരുമ്പോഴേ നമ്മൾ ഒരു ശകലം വളച്ചേക്കണം. ഇനി നമ്മൾ എന്താ എടുക്കാൻ പോകുന്നെന്ന് വെച്ചാല് ഇതിന്റെ പുറം കഴുത്ത് അങ്ങ് മാറ്റണം. മാറ്റിയിട്ട് ഫ്രണ്ട് കഴുത്തെടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് കഴുത്ത് എങ്ങനെയാ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്തെടുത്തേ. ഇനി ഇത് കൈയാണ്. ഇത് കൈ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുവാണ്. ഞാനിത് 3 ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ നീല ഭാഗം, ഈ വയലറ്റ് ഭാഗം അകത്ത് കയറിപ്പോവും ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ 3 ഇഞ്ചാണ് തയ്യൽ ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. നമ്മളെ ബായ്ക്ക് സിബ് വെച്ച് തയ്ക്കത്തില്ലേ, തയ്ക്കുമ്പോൾ ആദ്യം സിബ് വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് തയ്ച്ചാൽ മതി. എന്നാലേ നമുക്ക് ഈ ഷോൾഡർ നമുക്ക് സെറ്റായി കിട്ടത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ മറിഞ്ഞ് കിട്ടണ്ടായോ തയ്ച്ചു കഴിഞ്ഞ്. അതിന് എനിക്ക് അങ്ങനെ തയ്ക്കുന്ന വശം ഓരോരുത്തരുടെ രീതിക്ക് അങ്ങ് തയ്ച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ തയ്ക്കുന്നത്, ആദ്യം സിബുള്ളത് തയ്ച്ചു പിടിപ്പിച്ചു, അത് കഴിഞ്ഞ് ഫ്രണ്ട് ഭാഗം തയ്പ്പിക്കും. അതുപോലെ തന്നെ സിബ് ഇവിടം വരെ ഉള്ളൂ. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെടുക്കണമെന്നറിയാം. പിന്നെ ഇത്രയും ഭാഗം മൂടണ്ടേ, അതിന് നമ്മൾ ഇതിന്റെ തന്നെ തുണി എടുത്ത് അങ്ങ് മൂടിയേക്കണം. വേണ്ടേ, കണ്ടോ, ഈ ചെറിയ സിബ് ഇവിടം വരെ വന്നിട്ടുള്ളൂ. ബാക്കി ഭാഗം കാണില്ല. വേണ്ട, ഇങ്ങനെ അങ്ങ് സെറ്റ് ആക്കണം. ഇത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. പിന്നെ ഈ സിബാണ്, ഇതിന് പേരുണ്ട്, എന്തുവാണോ അങ്ങനത്തെയാണ്. ശ്രദ്ധിച്ച് തയ്ക്കണം, കാരണം ഇതിന് കാറ്റടിച്ച് ഇങ്ങനത്തെ സിബാണ്. ഇവിടെ ബട്ടൺ ഹുക്സ് കൊടുക്കാനുള്ളതാണ് മുകളിൽ. എപ്പോൾ സിബ് വെച്ചാലും നമ്മൾ ഈ മുകളിൽ ഒരു ഹുക്സ് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് പീസ് ഒരു പ്രാവശ്യം തയ്ച്ചേ. ഇനി എന്തെടുത്തനറിയാം, നമ്മൾ നല്ലോണം എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കിയ ബാക്കി പീസ് ഉണ്ടല്ലോ, ഇതെടുത്ത് ഇതിന്റെ ലൈനിങ്ങിന്റെ മുകളിലോട്ട് വരത്തക്ക വിധം ഇത് സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് കഴുത്തിന്റെ ഈ ഭാഗം, ഈ ഷോൾഡർ, ഈ ഭാഗം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇതേ വെക്കുക. വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മോൾപോട്ട് വെച്ചടിക്കുക. സാധാരണ നമ്മൾ ഫ്രണ്ട് കഴുത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ സിബ് പിടിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് വശം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 2 ഷോൾഡർ ഒന്ന് പിടിപ്പിച്ചത്. നല്ല പീസ് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഈ ഷോൾഡറും കൂടെ ഒപ്പം വെക്കുക. എന്നിട്ട് അടിക്കുക. 2 പ്രാവശ്യം അടിക്കണേ. അങ്ങനെ നമ്മൾ ഈ പാവാടയും ബ്ലൗസും പൂർത്തിയാക്കി. പിന്നെ ഞാൻ ഈ വയലറ്റ് കളറിലെ ഒരു ബ്ലൗസിന് തുണിയും കൂടെ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടില്ല, കാരണം പിന്നെ ഇതിന് കൈ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പഫ് വെച്ചിരിക്കുവാണ്. പിന്നെ ഇവിടെ ചാനൽ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.